ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് നമ്മളുടെ മലയാള സിനിമയിലെ നായികമാരെ കുറിച്ചാട്ടോ. ആദ്യം നമുക്ക് മലയാള സിനിമയിലെ നായികമാരെന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ എടുത്തു പറയാനായിട്ട് ഒരുപാട് ടാലൻറ്റുകൾ ഉണ്ടായിരുന്നു അല്ലേ. പണ്ടത്തെ ഇപ്പോൾ ഷീല, ശാരദ, അങ്ങനെയുള്ള ജയഭാരതിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിപ്പോൾ ഉർവശി ഉണ്ടായിരുന്നു, ശോഭന, മേനക, അങ്ങനെ ഒരുപാട് നായികമാരുണ്ട്. അവരൊക്കെ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയധികം ഓർത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് സിനിമകളുണ്ടായിരുന്നു. ഓരോ ഇയർ കഴിയുമ്പോഴും അവർക്ക് ഒന്നോ രണ്ടോ സിനിമകളൊക്കെ അവർ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ ഉർവശിയാണെങ്കിലും ശോഭനയാണെങ്കിലും അവർക്ക് ഒത്തിരി പടങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ നമ്മൾ മലയാളി നടിമാർ എന്ന രീതിയിൽ നമ്മൾ അവരെ അങ്ങ് നമ്മുടെ മനസ്സിൽ ഒരു രജിസ്റ്റർ ചെയ്തു. ഇപ്പോഴത്തെ നായികമാരുടെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ അവർ ഒന്ന് രണ്ട് സിനിമയിലൊക്കെ അഭിനയിച്ചു, മലയാളത്തിൽ അഭിനയിച്ചു എന്ന് വിചാരിക്കുക. അത് സക്സസ്ഫുൾ ആയില്ലെങ്കിലും അടുത്ത പടം അവർ ചിലപ്പോൾ ചെയ്യുന്നത് തെലുങ്കിലോ അല്ലെങ്കിൽ തമിഴിലോ ഒക്കെ ആയിരിക്കും. അവിടെ അവർ പടം ചിലപ്പോൾ സൂപ്പർ ഹിറ്റായിട്ട് ഓടും. അതോടുകൂടി പിന്നെ അവർ തെന്നിന്ത്യൻ നായിക എന്നുള്ള രീതിയിലാണ്, മലയാളി നായികമാർ എന്നുള്ള രീതിയിൽ മാറിയിട്ട് തെന്നിന്ത്യൻ നായിക എന്നുള്ള രീതിയിലേക്ക് പോകും. അങ്ങനെയുള്ള ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് നായികമാരുണ്ട്. പണ്ടും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നായികമാർ തമിഴിലും മലയാളത്തിലും ഒരുപോലെ അഭിനയിച്ചിരുന്ന നായികമാരുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉർവശി ആണെങ്കിലും അതുപോലെ ശോഭന, പിന്നെ നമ്മുടെ രേവതി, ഇവരൊക്കെ മലയാളത്തിലും അതേപോലെ തന്നെ തമിഴിലും തെലുങ്കിലൊക്കെ അവർ അഭിനയിച്ചിരുന്നു. അന്ന് മലയാളി നായികമാർക്കൊക്കെ ഒരുപാട് ഡിമാൻഡാണ്. പ്രത്യേകിച്ച് അവരുടെ അഭിനയ മികവ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ലാംഗ്വേജിലെ നായികമാരെ അപേക്ഷിച്ച് ഒരല്പം മെച്ചപ്പെട്ടതായിരുന്നു തന്നെ നമുക്ക് പറയാം. ഇപ്പോൾ ഉർവശി ആണെങ്കിലും രേവതി ആണെങ്കിലും ശോഭനയാണെങ്കിലും ഒക്കെ അവർക്കൊക്കെ ഒരുപാട് നാഷണൽ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള നടിമാരാണ്. അപ്പോൾ തന്നെ അവരുടെ ടാലൻ്റ് അറിയാലോ. അപ്പോൾ ഇപ്പോഴത്തെ നായികമാരുടെ കാര്യം എടുക്കണം. ഇപ്പോൾ അനശ്വര രാജൻ, മമിത ബൈജു, ഇവരുടെ കാര്യമൊക്കെ എടുക്കുകയാണെങ്കിൽ ഇവർ കുറച്ചധികം പടങ്ങൾ മലയാളത്തിൽ ചെയ്തതിന് ശേഷമാണ് കേട്ടോ അവരൊക്കെ തമിഴിലും അതുപോലെ തെലുങ്കിലൊക്കെ പോയുള്ളത്. അപ്പം മമിത ബൈജുവിൻ്റെ തമിഴിൽ ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഫാൻ ഫോളോയിങ് ആണ്. ഇപ്പോൾ ഡ്യൂഡ് ഭയങ്കര ഹിറ്റാണ്. ഇപ്പോൾ ജനനായകൻ വിജയൻ്റെ കൂടെ വരുന്നു, അപ്കമിങ് മൂവിയാണ്. അപ്പോൾ മമിത ഇതിൻ്റെ ഓഡിയോ ലോഞ്ചിനൊക്കെ വരുമ്പോൾ തന്നെ ആൾക്കാരുടെ കയ്യടിയും അവർക്കുള്ള വരവേൽപ്പും കാണുമ്പോൾ തന്നെ അറിയാം എത്രമാത്രം മമിതയ്ക്ക് അവിടെ ഫാൻസ് ഉണ്ടെന്ന്. അതേപോലെ ഇപ്പോൾ അനശ്വര രാജിന് തെലുങ്ക് ഭയങ്കര ഫാൻസാണ്. ഇപ്പോൾ അവർ അഭിനയിച്ചിട്ട് അവരുടെ ഡെബ്യൂ തെലുങ്ക് മൂവിയാണ്. തമിഴിലൊക്കെ അവർ അഭിനയിച്ചിട്ടുണ്ട്, അത്ര സക്സസ്ഫുൾ ഒന്നും ആയിരുന്നില്ല. പക്ഷേ അവർ തെലുങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന റോഷന് കൂടെ അഭിനയിച്ചിട്ടുള്ള ചാമ്പ്യൻ എന്നുള്ള പടം ഭയങ്കര ഹിറ്റാണ്. തമിഴ്നാട്ടിൽ ആദ്യം ഹിറ്റായതായിട്ട് സോങ് ആണ്, ഗിരഗിര എന്നുള്ള സോങ് ഉണ്ട്. റീൽസ് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സോങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ അനശ്വര എന്ന് പറയുന്ന നടിയുടെ ആ ഒരു ഇന്നസെൻറ്റ് ഫേസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ തെലുങ്ക് പ്രേക്ഷകരെ ഏറ്റെടുത്തിരിക്കുകയാണ്. തെലുങ്കിലൊക്കെ ഒരു നടിയെ ഇഷ്ടപ്പെടാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കൈ നിറയെ പടമായിരിക്കും. പ്രത്യേകിച്ചും തെലുങ്കിലെ ഒരുപാട് നടന്മാരുണ്ട്. അവരാണെങ്കിൽ പാൻ ഇന്ത്യൻ ലെവലിൽ അറിയപ്പെടുന്ന നടന്മാരാണ്. നമ്മൾ മലയാളി നടന്മാർ ഇപ്പോഴാണ് അറിയപ്പെടാൻ തുടങ്ങിയത് അല്ലേ. ഫഹദ് ഫാസിൽ, അതുപോലെ പൃഥ്വിരാജ് എന്നൊക്കെ പറയുമ്പോൾ പാൻ ഇന്ത്യൻ ലെവലിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ അവരുടെ പടങ്ങളൊക്കെ ഇപ്പോഴാണ് ഫാൻ ഫോളോയൊക്കെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ തെലുങ്ക് നടന്മാർ പണ്ട് ചിരഞ്ജീവി ആണെങ്കിലും വെങ്കടേഷ് ആണെങ്കിലും അപ്പോൾ അവർക്ക് ഹിന്ദിയിലൊക്കെ അപ്പോഴേ അറിയപ്പെടുന്ന നടന്മാരൊക്കെയാണ്. ഇപ്പോഴും നമ്മുടെ അല്ലു അർജുൻ ആണെങ്കിലും രാംചരൺ ആണെങ്കിലും ജൂനിയർ NTR ആണെങ്കിലും ഒക്കെ അവർക്ക് നോർത്തിലൊക്കെ ഭയങ്കര പേരാണ്. അപ്പോൾ അവരൊക്കെ നായികമാരായിട്ട് അല്ലെങ്കിൽ നായികയായിട്ട് ഈ അനശ്വര രാജൻ, മമിത ബൈജൊക്കെ വരികയാണെങ്കിൽ അവർക്കത് ഭയങ്കര പ്ലസ് ആണ്. പ്രത്യേകിച്ചും നമ്മുടെ മലയാളി നടിമാരുടെ ഒരു പ്രത്യേകത തന്നെ അവരുടെ ഇന്നസെൻസ് ആണ്. അവർക്ക് ഉള്ള ഒരു തലക്കനം അങ്ങനെയൊന്നുമില്ല. പിന്നെ അവർ ഒരുപാട് പടങ്ങൾ അഭിനയിച്ച് ഇപ്പോൾ ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയുടെയോ അല്ലെങ്കിൽ അസിനെ പോലെയോ ഒക്കെ അവർ വലിയ സൂപ്പർ സ്റ്റാർ ആയതിനു ശേഷം മാത്രമാണ് അവർ അവരുടേതായിട്ടുള്ള ഒരു മാനറിസമോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു തലക്കനൊക്കെ അവർ കൊണ്ടുവരും. അതുവരെയൊക്കെ അവർ ഭയങ്കര സിമ്പിളായിട്ടുള്ള നായികമാരായിരിക്കും. അത് തന്നെയാണ് മറ്റുള്ള എല്ലാ ഭാഷകളും മലയാളി നടന്മാരെ ഇത്രയധികം ഡിമാൻഡ് ചെയ്യുന്നത്. പിന്നെ അവരുടെ അഭിനയക്കഴിവ് അവർ വരുന്നത് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നാണ്. പ്രത്യേകിച്ച് മലയാളത്തിലെ ഒരു നടിയോ ഒരു നടനെയൊക്കെ ഇഷ്ടപ്പെടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ആൾക്ക് പ്രേക്ഷക ഒരു പിന്തുണ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് പ്രത്യേകിച്ച് നമുക്ക് അഭിനയം മികവില്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു നടനെയോ നടിയോ നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. അന്യഭാഷ നടന്മാരൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അത് അവർക്ക് അത്രേ പറ്റുള്ളൂ. അവർ വേറെ ഒരു ലാംഗ്വേജിൽ നിന്ന് വരുന്ന ആളല്ലേ എന്നുള്ള രീതിയിലാണ് നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ മലയാളത്തിലുള്ള മലയാളികളായിട്ടുള്ള നടന്മാരും നടികളും ഇവിടെ വന്നിട്ട് നല്ല രീതിയിൽ അഭിനയം കാഴ്ചവെച്ചില്ലെങ്കിൽ അവർ എന്തായാലും പുറത്ത് തന്നെയാണ്. പിന്നെ അവർക്ക് അന്യഭാഷ ചിത്രങ്ങളൊക്കെ പോയിട്ട് അഭിനയിക്കേണ്ടി വരും. അങ്ങനെ ആ പോയിട്ടുള്ള നടന്മാരൊക്കെ പിന്നെ സക്സസ്ഫുൾ ആവാതെ വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ അഭിനയിച്ച് തലക്കം വഴക്കം വന്നതിന് ശേഷം തമിഴിലോ തെലുങ്കിലോ പോകുമ്പോൾ അവർ സക്സസ്ഫുൾ ആകുമെന്ന് കണ്ടിട്ട് അങ്ങനെ ഇല്ലാത്തൊരു നടി എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന അസിനെയാണ്. ഒറ്റ പടം തന്നെ അഭിനയിച്ചുള്ളൂ. പക്ഷെ നയൻതാരയ്ക്ക് ഒരുപാട് മലയാള പടങ്ങൾ അഭിനയിച്ചതിന് ശേഷം അങ്ങോട്ട് പോയിട്ടുള്ളത്. പിന്നെ തിരികെ മലയാളത്തിൽ വരാണ്ട് അസിൻ എന്ന് പറഞ്ഞ നടി പിന്നീട് ഒരു പടം അഭിനയിച്ചതിന് ശേഷം പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ്.
അത് അവരുടെ ഒരു അഭിനയം എന്ന് വെച്ച് കഴിഞ്ഞാൽ തെലുങ്കിലും തമിഴിലും മാത്രമായിട്ട് ഒതുങ്ങാതെ അവരിപ്പോൾ ബോളിവുഡിൽ വരെ പോയിരിക്കുകയാണ്. നയൻതാര ഒരു പടം ചെയ്തിട്ടുണ്ടെങ്കിൽ അസിൻ ഒരു 5-6 പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ ഇപ്പം അറിയപ്പെടുന്നത് ബോളിവുഡ് ആക്ട്രസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അസിൻ അറിയപ്പെടുന്നത്. നയൻതാര ഇപ്പോഴും ഒരു സൗത്ത് ഇന്ത്യൻ നായിക എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. പിന്നെ ഇപ്പോൾ മലയാളി നടികളുടെ പേര് പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു നടി ഇപ്പോൾ അനശ്വര രാജൻ, അതുപോലെ തന്നെ മമിത ബൈജു, അവരെ കഴിഞ്ഞ് ഇനി ആരായിരിക്കും മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഒന്ന് മുന്നിട്ട് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയാണ്ട് ഇപ്പോൾ ആരും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം. ഒരുപാട് ഇപ്പോൾ നമ്മളുടെ സർവ്വമായയിൽ വരുന്ന റിയ, ഷിബു അങ്ങനെ പറഞ്ഞൊരു നടി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹാലിലെ ഷെയ്നിക്കത്തിൻ്റെ കൂടെ ഒരു നടി അഭിനയിച്ചിട്ടുണ്ട്. അവരൊക്കെ ഫ്യൂച്ചറിൽ മലയാളത്തിലേക്ക് ഇനിയും ഓഫറുകൾ വന്നിട്ട് തിരികെ വരുമോ ഇല്ലയെന്ന് നമുക്കറിയില്ല. കാരണം അവരൊന്നും ഒന്നോ രണ്ടോ പടത്തിൽ അഭിനയിച്ച് അങ്ങനെ പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. മമിത ബൈജു, അനശ്വര രാജൻ എന്നൊക്കെ പറഞ്ഞാൽ അവർ ഒരുപാട് പടങ്ങളാണ് മലയാളത്തിൽ ചെയ്തിരിക്കുന്നത്. അത്ര പടങ്ങൾ ചെയ്യാനുള്ള കഴിവുള്ള ഒരു നടി ഇനി വരുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് മലയാളത്തിൽ കാണാം. അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാം ഒരു നടി വരുമോ എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. വരുമെന്ന് പണ്ടെന്നൊക്കെ പറഞ്ഞ ഒരു നായികയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഇപ്പം മഞ്ജു വാര്യരാണെങ്കിലും സംയുക്തയാണെങ്കിലും ഭാവനയാണെങ്കിലും അവർക്ക് അഭിനയിക്കാൻ കുറച്ച് സ്കോപ്പുള്ള, നവ്യ നായരൊക്കെ ആണെങ്കിലും സ്കോപ്പുള്ള റോളുകൾ കിട്ടിയിരുന്നു. പക്ഷെ ഇപ്പോഴുള്ള നായികമാർക്ക് അതിനുള്ള റോളുകളൊക്കെ വളരെ കുറച്ചാണ്. അവിടെയാണ് ഈ മമിത ബൈജു അതുപോലെ അനശ്വര രാജനൊക്കെ കുറച്ച് പ്രോമിനൻറ്റ് റോൾസ് ഒക്കെ കിട്ടിയത് കൊണ്ടാണ് അവർ പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ചത്. ഇപ്പോൾ പ്രേമലു ആണെങ്കിലും നേരാണെങ്കിലും അതുപോലെ തന്നെ തണ്ണിമത്തൻ ഡേയ്സ്, അതുപോലെ മറ്റേ ഇവർ രണ്ടുപേരും കൂടെ അഭിനയിച്ച ഒരുപാട് പടങ്ങളൊക്കെ ഉണ്ട്. അതായത് മാത്യൂസിനും നെസ്ലിനും കൂടെയൊക്കെ ഇവർ അഭിനയിച്ച പടങ്ങളൊക്കെ അങ്ങനെ ഇഷ്ടപ്പെട്ടുള്ള ഒരുപാട് പടമുണ്ട്. പക്ഷെ അതേപോലെയുള്ള കഥകളിലൂടെ ഒരു നായിക ഇനി വരുമോ ഇല്ലയെന്ന് ചോദിച്ചാൽ നമുക്ക് കാത്തിരിക്കാൻ പറ്റുള്ളൂ. 2026 അത് മലയാളത്തിലേക്ക് ഒരു നായികയുടെ രംഗപ്രവേശം ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. എന്തായാലും അനശ്വര രാജനും അതുപോലെ മമിത ബൈജുവിനും ഇനിയും തമിഴിലും തെലുങ്കിലൊക്കെ സക്സസ് ഉണ്ടാവട്ടെ. ഒരു മലയാളി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് അവർ കൂടുതൽ സക്സസ് ആവട്ടെ, ഹിന്ദിയിലൊക്കെ പോകട്ടെ, പുതിയ പുതിയ നായികമാരൊക്കെ വരട്ടെ എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും മലയാളി നടിമാരുടെ ഡിമാൻഡ് എന്നും എക്കാലത്തും എപ്പോഴും മികച്ചതിന് നിന്നുള്ളത്, എന്നും നമ്പർ 1 സ്ഥാനത്ത് നിന്നിട്ടുള്ള നായികമാരെ എല്ലാവരും മലയാളികളാണ്. പത്മിനി ആയിക്കോട്ടെ, നയൻതാര ആയിക്കോട്ടെ, രേവതി ആയിക്കോട്ടെ, ഉർവശി ആയിക്കോട്ടെ, ഇവരെല്ലാവരും എന്നും നമ്പർ 1 നായികമാരായിട്ട് എല്ലാ ലാംഗ്വേജിലും തിളങ്ങിയിട്ടുള്ളവരാണ്.